Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറേ പേര് എല്ലാവരും കാണുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണെന്ന് വെച്ചാൽ നമ്മൾ വാട്ട്സ് ഇൻ മൈ ടെക് ബാഗ് അല്ലെങ്കിൽ ക്യാമറ ബാഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയുക ഗാഡ്ജറ്റ്സും അല്ലെങ്കിൽ ക്യാമറാസും ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആക്ച്വലി രണ്ട് ബാഗുകളുണ്ട്, ഒരു ക്യാമറ ബാഗും ഉണ്ട്, പിന്നെ ഞാൻ ആക്ച്വലി ലാപ്ടോപ്പിന് ഉപയോഗിക്കുന്ന ബാഗുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രൊഡക്ട്സ് എന്തൊക്കെ സാധനങ്ങൾ എൻ്റെ ബാഗിലുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഒരു ഗാഡ്ജറ്റ് ഫ്രീക്ക് ആൾക്കാർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം നല്ല ഗാഡ്ജറ്റ് ഫ്രീക്കാണ്, പണ്ട് തൊട്ടേ ഗാഡ്ജറ്റ് ഫ്രീക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന TWS, അതുപോലെ ക്യാമറാസ്, ലെൻസ്, അതിൻ്റെ അക്സസറീസ്, ഇതൊക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയത് ചെക്ക് കൊടുത്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാമറ ബാഗ് കം ലാപ്ടോപ്പ് ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. മൊബിയസിൻ്റെ ഒരു ബാഗാണ്. നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് 3500 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസിൽ കിട്ടുന്ന സംഭവം കേട്ടോ. നമുക്കിത് വലിയ ബാഗാണ്. മൊബൈൽസ് നമ്മൾ ഇതിന് മുമ്പ് 2 ബാഗുകൾ പരിചയപ്പെട്ടുണ്ട്, ചെറിയ ബാഗുകളായിരുന്നു. ഇത് നമുക്ക് 2 ക്യാമറാസും 3 ലെൻസും അതുപോലെ തന്നെ ലാപ്ടോപ്സും എല്ലാ സംഭവങ്ങളും കൊള്ളും. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷേ നല്ല ബിൽഡ് ക്വാളിറ്റി ആണുള്ളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ ബാഗ്. പിന്നെ ഞാൻ ആക്ച്വലി സെപ്പറേറ്റ് ഒരു ലാപ്ടോപ്പ് ബാഗ് ഉപയോഗിക്കുന്നുണ്ട്. പ്രോബസിൻ്റെ ഒരു ബാഗാണ്, പ്രോബസിൻ്റെ ഒരു ബാഗാണ്. ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട്, ഇത് കാണാത്തൊരു പോയി കണ്ടു നോക്കുക. 1500 അതിൻ്റെ താഴെയൊക്കെ റേഞ്ചിൽ കിട്ടുന്ന ഒരു ബാഗാണ്. നമുക്ക് അത്യാവശ്യം നല്ല, ഇത് മാക് ബുക്കിനാണ്. അപ്പോൾ ലാപ്ടോപ്പൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഈ മാക് ബുക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡെസ്ക്ടോപ്പ് നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടിരിക്കും നമ്മുടെ വീഡിയോയിലൊക്കെ ബാക്കിൽ കാണുന്ന സംഭവമാണ് ഡെസ്ക്ടോപ്പ്. നമ്മൾ അസംബിൾ ചെയ്തെടുത്തായിരുന്നു. അത് MD Ryzen 5 വരുന്നൊരു ഡെസ്ക്ടോപ്പാണ്. മോണിറ്റർ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ മോണിറ്റർ 𝗵𝑁𝑄ൻ്റെ മോണിറ്റർ ആയിരുന്നു, അത് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ബാക്കി നമ്മൾ ഡെസ്ക്ടോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് സെപ്പറേറ്റ് വേറെ അസംബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 2-2.5 കൊല്ലമായിട്ടാണ്, 2 കൊല്ലമായി, ഓൾമോസ്റ്റ് 2 കൊല്ലമായി തോന്നുന്നുണ്ട്. 2 കൊല്ലത്തിന് അടുത്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ള നമ്മൾ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ എന്താ പറയുക, യാത്രയൊക്കെ പോകുമ്പോൾ ആക്ച്വലി നമ്മൾ ലാപ്ടോപ്പ് നമുക്ക് ഇതിൽ വെക്കാം. അപ്പോൾ അങ്ങനത്തെ കപ്പാസിറ്റി ഉള്ളൊരു ബാഗാണ് ഈ നമ്മുടെ മൊബൈൽസിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് എന്തൊക്കെയുണ്ട് സംഭവങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്ലോസപ്പ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബാഗിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ജസ്റ്റ്. ഇവിടെ നമുക്ക് ട്രൈപോഡ് വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ ട്രൈപോഡ് നമ്മൾ വെച്ചിട്ടില്ല, നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഫുള്ളി ഇതിന് പോകാനുള്ള സെറ്റപ്പിലായിട്ട് ഫുള്ള് സംഭവങ്ങൾ ഇതിൽ വെച്ചിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ ഓൾറെഡി ഒരു ക്യാമറ നമ്മുടെ സോണി ZV-8 നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൽ മിസ്സിങ് ആയിരിക്കും. പിന്നെ സോണിയുടെ തന്നെ ഒരു ട്രൈപോഡും ഉണ്ട്, അത് ഇതിൽ മിസ്സിങ് ആയിരിക്കും. അത് കാണിച്ചാൽ എന്തായാലും നമ്മൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഇട്ടുണ്ട്. ഇതൊരു ഫ്രണ്ട് പോക്കറ്റാണ്. ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു റെയിൻ കവർ വരുന്നുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിൽ നമുക്ക് ആക്ച്വലി നല്ല കപ്പാസിറ്റി ഉണ്ട് കണ്ടോ. നമുക്ക് റെയിൻ കവർ മാത്രമല്ല, നമുക്ക് പല സംഭവങ്ങളും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെന്താ ഇവിടെ പിടിക്കുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്, അത് കാരണം അടയ്ക്കാൻ കുറച്ച് പാടാണ്. ഇത് ഉള്ളിലേക്കാക്കിയിട്ട് വേണം അടയ്ക്കാൻ കണ്ടോ. പിന്നെ നമ്മുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റ് വരും നമ്മുടെ ക്യാമറയുടെ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ കമ്പാർട്ട്മെൻറ്റ് തുറന്നു. ഇവിടെ നമുക്ക് ഇതിനൊരു സെപ്പറേറ്റ് ലെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആദ്യം കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്കൊരു സിബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ എക്സ്ട്രാ ബാറ്ററിയും അതുപോലെ തന്നെ മെമ്മറി കാർഡൊക്കെ വെച്ചിരിക്കുന്നത്. അധികമൊന്നുമില്ല, 2 ബാറ്ററി നമ്മുടെ എക്സ്ട്രാ, ഒരു ഡിജിറ്റെക്കിൻ്റെ നമ്മുടെ കാനോണിൻ്റെ ബാറ്ററിയും ഒരു ഡിജിറ്റെക്കിൻ്റെ നമ്മുടെ സോണിയുടെ ബാറ്ററി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു എക്സ്ട്രീമിൻ്റെ ഒരു സാൻഡ് ഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിൽ 30 അതിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ലെയർ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സാധനങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് SJ-CAM-ൻ്റെ ഒരു ആക്ഷൻ ക്യാമറയാണ്. SJ-CAM-ൻ്റെ ഇതിൻ്റെ മോഡൽ വരുന്നത് Z100 സംതിങ് ആണ്. ഇതിന് 6000 ആ റേഞ്ചൊക്കെയാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഭയങ്കര ചെറുതാണ്. അത്യാവശ്യം 1080pയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. വാട്ടർ പ്രൂഫിങ് വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവരുടെ ഒരു കേസിങ് ഒരു ഓൾറെഡി ഇതിൻ്റെ ഇൻബിൽഡ് തന്നിട്ടുണ്ട് കണ്ടു. ഇതിലിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വാട്ടർ പ്രൂഫിങ് ഫീച്ചർ എടുക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് കണ്ടു.
ഇത്രയുള്ള സംഭവം. അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാലൊക്കെ ഉണ്ട്. 6000 രൂപയ്ക്ക് നമുക്ക് വലിയ പ്രതീക്ഷ നോക്കിയാൽ, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നത്. ബോർ ക്വാളിറ്റി ഒന്നും ഞാൻ പറയില്ല, ആക്ഷൻ ക്യാമറയാണ്, അതുകൊണ്ട് നല്ല ലൈറ്റ് വേണം, അല്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂ വരും. പക്ഷേ ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യമൊക്കെ ഒരു ആവറേജ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് കുറേ കാലം മുമ്പ് ഇറങ്ങിയതാണ്, പക്ഷെ ഇപ്പോഴും ഈ കുട്ടി സാധനത്തിൽ ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു പുതിയൊരു മോഡൽ C200 എന്നൊരു മോഡലുണ്ട്, അതിന് നമുക്ക് 10000 രൂപ വരുന്നുണ്ട്. അത് നമുക്ക് 4K സംതിങ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല സംഭവമാണ്. ഇതിൽ നമുക്ക് കുറേ അക്സസറീസും കൂടെ കിട്ടും. ഇത് 𝐂𝐀𝐀 തന്നെ ഒരു കേസ് തന്നെയാണ്. അത് ഇട്ട് വയ്ക്കാൻ നമുക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങിച്ചാണ് കാര്യം. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നമ്മളൊരു എക്സ്ട്രാ ഇതൊരു ലോക്കൽ മൈക്കാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടോ, ലോക്കൽ മൈക്ക് നമ്മുടെ Type-C നമ്മുടെ OnePlus ഉപയോഗിക്കാൻ. അതിന് മുമ്പ് ഞാൻ ഫോൺ കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഫോണാണ്, ഒരെണ്ണം ആൻഡ്രോയിഡും ഒരെണ്ണം ഐഫോണും. അപ്പോൾ എൻ്റെ പ്രൈമറി ഫോൺ ഇതാണ്, നമ്മുടെ പ്രൈമറി ഫോൺ. ഇത് നമ്മുടെ iPhone 13 ആണ്. പിന്നെ ഒരെണ്ണം നമ്മുടെ OnePlus ആണ് കേട്ടോ. OnePlus അവിടെ അകലെ പോയിരിക്കുകയാണ്. അവിടെ OnePlus ചെറിയൊരു ക്യാമറ മേടിച്ചു ഞങ്ങൾ എടുക്കാൻ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus. ഇത് 80 മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ആൻഡ്രോയിഡും ഒരു ഇതും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ഐഫോൺ എടുത്തതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തപ്പോൾ കണ്ടു നോക്കുക. നമുക്ക് ഓഫർ പ്രൈസിൽ നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ്ലൈൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഓൺലൈൻ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല, പ്രത്യേകിച്ച് ഐഫോൺ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ എടുക്കുക തന്നെയാണ് നല്ലത്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഒരു മൈക്ക് ഇരിക്കുന്നുണ്ട്, മൈക്ക് സെറ്റപ്പ്. നമ്മുടെ ഹോളിലാൻഡ് റീസെൻ്റ്ലി നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഞാൻ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ്. അതിൻ്റെ കേസാണ് അത്. കണ്ടു, അവരുടെ ഒരു ഇതിൽ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്തോളൂ. നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്മിറ്ററും ഒരു റിസീവർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു കേസാണ്, നല്ല ക്വാളിറ്റി കേസാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മുടെ ആപ്പിൾ വാച്ച് ഇരിക്കുന്നുണ്ട്, ആപ്പിൾ വാച്ച് SE2 ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ട്രാപ്പൊക്കെ മാറ്റിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ ഒരു കേസ് ഇട്ടിട്ടുണ്ട്. അതാണ് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ആവശ്യമില്ലാത്തപ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ ഒരു കേസ് ഞാൻ ആക്ച്വലി ആമസോണിൽ തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. നമുക്ക് വാച്ച് ഇട്ട് വയ്ക്കാൻ സുഖമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആകെ ലംബായി പോവും. പിന്നെ വരുന്നത് ഇത് GoProൻ്റെ ബാറ്ററിയുടെ ഒരു ചാർജറാണ്. അപ്പോൾ നമ്മളതിൽ GoPro ഉണ്ട്. ആക്ച്വലി ഞാനത് അതിന് മുമ്പ് നമുക്ക് നമ്മുടെ TWS ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത്, അതിൽ OnePlusൻ്റെ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഐഫോണിൻ്റെ 2 വയർലെസ് ചാർജിങ് ഉള്ള 2 മോഡലാണ്, എയർപോർട്ട് 2. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പാണ് കുറച്ചും കൂടി ഇഷ്ടം. നമ്മുടെ സിലിക്കോൺ ടൈപ്പിനായിട്ടും കുറച്ച് ഇങ്ങനത്തെ ഇഷ്ടം, കുറച്ചുകൂടി ഇങ്ങനത്തെ ടൈപ്പാണ്. നമുക്ക് ഓഫർ പ്രൈസിൽ നമുക്ക് ആക്ച്വലി ആമസോണിൽ കിട്ടിയപ്പോൾ നമ്മൾ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ച് വൈറ്റ് കളർ വന്നാൽ നമ്മുടെ ക്യാമറയെല്ലാം കലം പോകും. പിന്നെ നമ്മുടെ ഇതിലുള്ളത് GoPro Hero 9 ആണ് കണ്ടോ. ഇതും അത്യാവശ്യം നല്ല സംഭവം തന്നെയാണ്. ഇത് ഓൾമോസ്റ്റ് 1 ഇയർ 1.5 കൊല്ലമൊക്കെ ആയി തോന്നുന്നുണ്ട്, 1 ഇയറിൻ്റെ മുകളിലായിട്ടുണ്ടെന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് എക്സ്ട്രാ ബാറ്ററി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ഒരു ബാറ്ററിയും ഒരു ചാർജ്, അതിൻ്റെ തന്നെ ചാർജറും ഒരു Type-C ചാർജറും. അപ്പോൾ അതാണ് ഇതിൽ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇതൊരു ചെറിയ കുട്ടി ക്യാമറയാണ്, ഡിജിറ്റൽ ക്യാമറ. ഇത് ഞാൻ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചാണ്. എനിക്ക് കുറച്ച് ഞാൻ ഒന്നാമത് ഗാഡ്ജറ്റ് ഫ്രീക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്മേൽ കുറേ കാശ് പോകും, അത് വേറെ കാര്യം. ഇത് നമ്മുടെ കാനോൻ്റെ IX-US 185 എന്നൊരു മോഡലാണ്. ഇതെന്നാലും കുഴപ്പമില്ലാത്ത ഫോട്ടോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് പോകുന്നതെന്ന് ഞാൻ പറയില്ല. ഇതിന് എനിക്ക് തോന്നുന്നത് 9000 റുപ്പീസ് ആണെന്നുണ്ട്. നമ്മൾ IMA സ്റ്റോർ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് ഇപ്പോൾ എല്ലാത്തിലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാറുണ്ട്. നമുക്ക് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഇത് നമ്മളൊരു എക്സ്ട്രാ ഡിജിറ്റൽ അങ്ങനെ ബാറ്ററി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ഓരോ കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചാണ്. ഇത് നമ്മുടെ 𝐂𝐀𝐿ogicൻ്റെ ഒരു ബാഗാണ്. അപ്പോൾ അത് അതിനുള്ള കറക്റ്റായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പോൾ നമ്മളങ്ങനെ മടക്കി വയ്ക്കാറുണ്ട് ഇതിനുള്ളിൽ. പിന്നെ നമുക്ക് ഇവിടെ എൻ്റെ രണ്ടാമത്തെ സെക്കൻഡറി ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാനോണിൻ്റെ M50 Mark II എന്ന് പറഞ്ഞാൽ മിറർലെസ് ക്യാമറയാണ്. നമ്മൾ 2 മിറർലെസ് ക്യാമറ ഇപ്പോൾ റീസെൻ്റ്ലി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സോണി ZV-10 അതുപോലെ തന്നെ കാനോൺ M50 Mark II. നമ്മൾ അതിന് മുമ്പ് ഉപയോഗിക്കുന്നത് കാനോൺ 200D Mark II ആയിരുന്നു. അത് നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് വലിയ പോലെ തന്നെ നമ്മുടെ മിറർലെസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി. DSLR ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി, അത് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തി, പഴയ ടെക്നോളജിയാണ്. പിന്നെ കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്, വലിയ സൈസ്, ഭയങ്കര സൈസും വെയിറ്റൊക്കെ കൂടുതലാണ്. അത് വെച്ച് ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ
ഭയങ്കര സൈസാണ് കേട്ടോ. ഇത് നമുക്ക് ഇത് ആക്ച്വലി നമ്മുടെ ഒരു കുഴപ്പമില്ലാത്ത സംഭവമാണ്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സോണിയുടെ ഇതിലാണ്. സോണിയിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ കിട്ടുന്നുണ്ട് നമ്മുടെ M50. മറ്റേ DSLRലൊക്കെ നോർമൽ ടൈപ്പ് ആയിരുന്നു, ഇത് നമുക്ക് ഇലക്ട്രോണിക് ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഫ്ലാഷും വരുന്നുണ്ട്. സോണി ZV-10 നമുക്ക് വ്യൂ ഫൈൻഡർ ഉണ്ടാവില്ല, ഫ്ലാഷും ഉണ്ടാവില്ല, ഇതാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പം ഞാൻ ഇത് നമുക്കിവിടെ ശരിക്കും ഇവിടെ വെക്കാനുള്ള സംഭവം ഉണ്ട് കണ്ടു. ശരിക്കും സ്ട്രാപ്പ് ഇട്ട് വെക്കാനുള്ളൊരു ഭാഗമുണ്ട്, പക്ഷേ ഇത് നമ്മുടെ മിറർലെസ് ആയതുകൊണ്ട് ഇത്ര ചെറുതാണ്, സ്ട്രാപ്പ് ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ കുറച്ച് അക്സസറീസാണ് ഇത്. നമ്മുടെ അതിൻ്റെ ചാർജറും പിന്നെ ഒരു ബുള്ളറ്റ്, ഇതിൻ്റെ പേര് പറയാറുണ്ട്, ഞാൻ മറന്നുപോയി. സിൻകോൻ്റെ തന്നെ ഒരു ബുള്ളറ്റ് മൈക്കാണ്. സിൻകോൻ്റെ നമ്മുടെ ഓൾറെഡി 2 വയർലെസ് മൈക്കുകളുണ്ട്, നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സിൻകോൻ്റെ G1A1 അതുപോലെ തന്നെ G2A1 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ ആക്ച്വലി സോൾഡ് ഔട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ സൈസ് കൂടുതലാണ്. നമ്മളിപ്പോൾ റീസെൻ്റ്ലിയാണ് ഹോളിലാൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. പിന്നെ ഇതിൽ നമ്മുടെ അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഇത് ഡിജിറ്റെക്കിൻ്റെ തന്നെ സോണിയുടെ അവരുടെ ഡിജിറ്റെക്കിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജറാണ്. ഡിജിറ്റെക്കിൻ്റെ ബാറ്ററിക്ക് കുറച്ചുകൂടി കപ്പാസിറ്റി കൂടുതൽ ഇടുന്നുണ്ട്. ഇത് നമുക്ക് മൈക്രോ USB ചാർജ് ചെയ്യാം. മറ്റേ ക്യാമറയുടെ ചാർജറും സംഭവങ്ങളൊക്കെ ഇതാണ് സോണിയുടെ ചാർജർ വരുന്നുണ്ട്. ഇത് നമുക്ക് USB to Type-C ആണ് കണ്ടു. USB to Type-C കേബിളാണിത്. നമുക്ക് ക്യാമറയിൽ കുത്തിരണ്ട് ചാർജ് ചെയ്യുന്ന മോഡലാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ലൈറ്റ് ഉണ്ട്, LED-യുടെ ലാൻസിയുടെ ഒരു ലൈറ്റ് ഉണ്ട്. VL49 എന്ന് പറഞ്ഞാൽ 2000 mAh വരുന്ന നല്ല പവർ തരുന്ന ഒരു ലൈറ്റാണ് കണ്ടു. അത്യാവശ്യം നല്ല ബാക്കപ്പ് തരും, നല്ല ഔട്ട്പുട്ടും ഉണ്ട്. ഇത് ഇതിൻ്റെ RGB മോഡലും ഉണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് നോർമലാണ് കേട്ടോ. ഇത് നമ്മൾ അത്ര അങ്ങനെ ഉപയോഗം വന്നിട്ടില്ല, അതായിരിക്കും. പിന്നെ നമുക്കിവിടെ അതിൻ്റെ കുറേ എക്സ്ട്രാ കാനോണിൻ്റെ തന്നെ ചാർജർ എന്ന് വെച്ചാൽ ഈ കുട്ടി ക്യാമറയുടെയും ചാർജർ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ EOSൻ്റെ കാനോണിൻ്റെ തന്നെ സ്ട്രാപ്പ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ വീഡിയോ എടുക്കുകയാണല്ലോ ഫുള്ള്. അപ്പോൾ പിന്നെ സോണിയുടെ സ്ട്രാപ്പ് ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ക്ലീനിങ് കിറ്റ് ഉണ്ട്, തന്നെ ഒരു ബ്ലോവർ ഉണ്ട്. നിങ്ങൾക്ക് അറിയിരിക്കും നമ്മുടെ ക്യാമറ ക്ലീനിങ് ഉള്ള നമ്മുടെ എന്താ പറയുക പൊടിയൊക്കെ ഡസ്റ്റിങ് ആണൊക്കെ ഒന്ന് ബ്ലോവർ. പിന്നെ ഒരു ബ്രഷും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്, ബ്രഷ് ഉണ്ട്. പിന്നെ ഇത് അതിൻ്റെ ഒരു ക്ലോത്താണ്, നമ്മുടെ OBSൻ്റെ തന്നെ ക്ലോത്താണ് കണ്ടോ. എന്താ വെച്ചാൽ ഈ സംഭവം കൊണ്ട് ഈ ക്യാമറ കവർ ചെയ്തിരിക്കുന്ന ഈ സംഭവങ്ങൾ നിങ്ങൾ കണ്ടായിരിക്കും. ഈ ക്ലോത്ത് ഇതും OBSൻ്റെ ഒരു ക്യാമറ കവറിങ് ക്ലോത്താണ്, ലെൻസ് കവറിങ് അവർക്ക് സെപ്പറേറ്റ് വേറെ ഉണ്ട്. അതാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ 2 ക്യാമറയ്ക്ക് ഞാൻ അത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഭയങ്കര ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, ഡസ്റ്റും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സോണിയുടെ ഒരു ട്രൈപോഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് റിമോട്ട് ഫംഗ്ഷന് വേണ്ടി ഞാനത് ഉപയോഗിക്കുന്നത് കണ്ടു. ഇതിനൊരു 10,000 rupees വരും, 999 സംതിങ് 999 സംതിങ് വരുന്നുണ്ട്, പ്രൈസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സൂം ചെയ്യാനൊക്കെ പറ്റും. അത് നമുക്ക് കണ്ടോ, അമർത്തി കഴിഞ്ഞാൽ സൂം ആവും. പിന്നെ റെക്കോർഡ് ആക്കാം, ഫോട്ടോ എടുക്കാം, നമ്മുടെ ബൊക്കെ മോഡ് ഉണ്ടാക്കാം, ലോക്ക് ചെയ്യാം. ട്രൈപോഡാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കാം. കണ്ടോ, അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് തിരിക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ നമുക്ക് കയറ്റാം. വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുക, അമർത്തി പിടിച്ചാൽ ഇങ്ങോട്ട് തിരിക്കാം. അങ്ങനെ കുറേ മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ഉള്ളതാണ്. ഇതിൽ നമുക്ക് ഒരു ചെറിയ പെൻസിലാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ലൈഫ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കാനോണിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ കാനോണിൻ്റെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ റിമോട്ട് ഭയങ്കര ആവശ്യമാണ്. നമ്മൾ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് റിമോട്ടിൻ്റെ ഫംഗ്ഷൻ ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല, ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നത് തന്നെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ കാനോണിൻ്റെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി കാനോണിൻ്റെ സ്റ്റോർ നമ്മൾ ആക്ച്വലി തൃശ്ശൂർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞു, ചിലപ്പോൾ കിട്ടുള്ളൂ, പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇതില്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് അറിയാം ഫോണിൽ ആപ്പ് കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സോണി ആയാലും കാനോൺ പ്രത്യേകിച്ച് ഏത് നേരം നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന ഡയലോഗ് ഡിസ്കണക്ട് ആവുന്നില്ലെന്ന്. അപ്പോൾ ഭയങ്കര ഇഷ്യൂ ആണ്. ഇടയ്ക്ക് റിപ്പീറ്റ് എടുക്കേണ്ടി വരും. ഏത് നേരം ഇടയ്ക്കൊക്കെ ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട് ഇവരുടെ മൊബൈൽ ആപ്പ് ത്രൂ നമ്മൾ റിമോട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സോണിക്കും ഉണ്ട്, അതും രണ്ടെല്ലാം കണക്ക് തന്നെയാണ് ഓൾമോസ്റ്റ്. പക്ഷേ പിന്നെയും ബാലൻസ് സോണിയെന്ന് മാത്രം ഡിസ്കണക്ഷൻ റേറ്റ് കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ബാഗ് എന്ന ഹൗസ് ഓപ്പറേറ്റ്. നമ്മുടെ ഒരു മെയിൻ നമ്മുടെ സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇതിൽ ആക്ച്വലി ഇതിൻ്റെ താഴെ നമുക്കൊരു ഇത് വരുന്നുണ്ട് കണ്ടോ. ഇവിടെ നമുക്ക് ലാപ്ടോപ്പ് വയ്ക്കാം. നമ്മൾ ടൂറൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത് വയ്ക്കാം. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ് ബാഗ്. ഒരു പ്രോബസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരും എപ്പോഴും തെറ്റും. പ്രോബസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡിയാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. വേറെ കാര്യം ഇതിൽ നമുക്ക് ഇവിടെ എൻ്റെ കുറേ അസിസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്.
3 SSD ആണ് ഉപയോഗിക്കുന്നത് ഞാനുണ്ട്. സാംസങ്ങിൻ്റെ ഒരു T7 ടച്ച് എന്ന് പറഞ്ഞൊരു SSD ഉപയോഗിക്കുന്നുണ്ട്. എന്താ നമ്മുടെ ഇതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിങ്കും എല്ലാം അതിൽ തന്നെ ഉണ്ടായിരിക്കും വീഡിയോൻ്റെ. പിന്നെ നമ്മളൊരു എക്സ്ട്രാ നിങ്ങൾക്ക് അറിയായിരിക്കും മാക്ബുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ സെപ്പറേറ്റ് സാധനം വേണം. നമ്മളൊരു സെപ്പറേറ്റ് കീബോർഡ് മൗസും കീറ്റ് ഉപയോഗിക്കുന്നുണ്ട് ലോജിടെക്കിൻ്റെ, അതിൻ്റെ അഡാപ്റ്ററാണത്. ഇത് ബ്രാൻഡ് എന്ന് പറയുന്നത് ബെസ്റ്റോർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുന്നതാണ്. 1100 സംതിങ് പ്രൈസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് ഒരു കാർഡ് റീഡർ, 2 USB-C, ഒരു Type-C, ഒരു മൈക്രോ ഒരു HDMI പോർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ കുറേ കേബിൾസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതാണ് ആ കാലമ്പ്. പിന്നെ വേറൊരു SSD ആണ്. ഇത് നമ്മുടെ ക്രൂഷ്യലിൻ്റെ SSD ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 512 ആണ്. അത് മാത്രം 1 GB ഉള്ളൂ കേട്ടോ. ഇത് ക്രൂഷ്യലിൻ്റെ SSD ആണ്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് EVM എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്. ഇത് 250 GB ഉള്ളതുണ്ട്. പക്ഷേ ഭയങ്കര പ്രൈസ് കുറവാണ്. 250 GBക്ക് എനിക്ക് തോന്നുന്നത് 2000 സംതിങ് പ്രൈസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 512 ആണെങ്കിൽ 3000 റേഞ്ച് വരുന്നത്. ഏറ്റവും പ്രൈസ് കുറഞ്ഞ് കിട്ടുന്ന ഒരു SSD ആണ്. പക്ഷേ ഇതിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ടോ അല്ലെങ്കിൽ ലോക്കിംഗ് സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത് ഈ ക്രൂഷ്യലിലും ഇല്ല കേട്ടോ. അത് സാംസങ്ങിൽ മാത്രമേ ഉള്ളൂ. സാംസങ്ങിലും സാൻഡിസ്കിലൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ നോക്കിയെടുത്താൽ മതി. പിന്നെ എൻ്റെ ഇതിൽ കുറേ കേബിളും കാര്യങ്ങളൊക്കെയാണ്. ഈ ബാഗ് ആക്ച്വലി ഫുള്ളാണ് സംഭവം സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ പോയിനപ്പോൾ നമ്മുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്ത് കാണിക്കുക നമ്മുടെ മാക്ബുക്കാണ്. അത് നമ്മുടെ മാക്ബുക്ക് എയർ M1 ആണ് കേട്ടോ. അത് ബേസ് വേരിയൻ്റ് ആണ്. പക്ഷേ 16 GB റാമിൻ്റെയാണ് കേട്ടോ. 8 GB ഇല്ല. നമ്മളത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാനൊരു കേസ് ഇട്ടിട്ടുണ്ട് കണ്ടോ. ആ കേസിൻ്റെ തിളക്കം നിങ്ങൾക്ക് കാണുന്നത് എന്ന് വെച്ചാൽ ഒരു ഫുൾ ബോഡി നമ്മളൊരു കേസ് ഇട്ടിട്ടുണ്ട്. സിൽവർ കളറാണ്. ഞാൻ ആക്ച്വലി ഗോൾഡ് നോക്കി, പിന്നെ ഗോൾഡ് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഇത് ഞാനവിടെ വെക്കുകയാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ബ്രഷ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതായിരിക്കും ഈ സാധനത്തിൻ്റെ ഉള്ളിൽ പൊടി കയറി അല്ലെങ്കിൽ ആ മോണിറ്ററിൻ്റെ പാനലിൻ്റെ സൈഡിൽ പൊടി കയറി ചിലപ്പോൾ ഇത് അടയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ സാധനം അപ്പം പൊട്ടും. പിന്നെ പണിയാണ്. പിന്നെ ഇത് നന്നാക്കുകയാണെങ്കിൽ അതിൻ്റെ 60% കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു കേബിളാണ്, നമ്മുടെ ചാർജിങ് കേബിളാണ് 30 വാട്ടിൻ്റെ നമ്മുടെ മാക്ബുക്കിൻ്റെ. ഇത് ഞാൻ ആക്ച്വലി ഇത് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇത് എന്താ കേബിൾ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇതിൻ്റെ അറ്റത്ത് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവരുടെ കേബിളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോയി. ഇവരുടെ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും പൊട്ടിപ്പോകുന്നുണ്ട്. എൻ്റെ OnePlus ഏതുനേരം പൊട്ടില്ലായിരുന്നു. ഒരു 3 ഞാൻ മാറ്റിയിട്ടുണ്ടായിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അത്രയധികം കംപ്ലൈൻറ്റ് വരുന്ന സംഭവമാണ്. പിന്നെയും ഭേദം എനിക്ക് തോന്നുന്നത് സാംസങ്ങിൻ്റെ ഒന്നുണ്ട് കേബിൾസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടേക്കുന്നത്. ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. 100 രൂപ റേഞ്ചൊക്കെ ഉള്ളൂ. അത്രയേ ഉള്ളൂ നമ്മുടെ ബാഗ് കാലിയായിട്ടാണ്. അപ്പോൾ ഈ ബാഗ് നല്ല ബാഗാണ് കേട്ടോ. ഈ പ്രൈസിന് നിങ്ങളൊരു സ്ലിംഗ് ബാഗ്, മെസ്സഞ്ചർ ബാഗ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം നോക്കിയാൽ മതി. 13.3 ഇതിൻ്റെ 15.4 സൈസിൻ്റെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടെക് ബാഗ്, ക്യാമറ ബാഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടപ്പോൾ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.